Good morning, my dear students. Today we are discussing about the topic File Transfer Protocol, FTP. The File Transfer Protocol is basically the standard mechanism provided by TCP/IP for copying a file from one host to another. നമുക്കറിയാം TCP/IP പ്രോട്ടോകോൾസിൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഇമെയിൽ എന്താണെന്നും അതിൻ്റെ കമ്പോണൻസ് എന്താണെന്നും ഒക്കെ നമ്മൾ കണ്ടിരുന്നു അല്ലേ. അപ്പോൾ TCP/IP പ്രോട്ടോകോൾസിൽ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് മെക്കാനിസമാണ് FTP എന്ന് പറയുന്നത്. FTP എന്ന് വെച്ചാൽ ഒരു ഹോസ്റ്റിൽ നിന്നും അടുത്ത ഹോസ്റ്റിലേക്ക് നമ്മുടെ ഫയൽസിനെ കോപ്പി ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ചെയ്യുന്നത്. ബട്ട് ദിസ് പ്രോസസ് ഈസ് നോട്ട് ദാറ്റ് സിമ്പിൾ ആസ് ഇറ്റ് സീംസ്. ഫസ്റ്റ്ലി വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദി ലിമിറ്റേഷൻസ് ദാറ്റ് മേ എക്സിറ്റ് വൈൽ ട്രാൻസ്ഫറിങ് ഫയൽസ് ഫ്രം വൺ സിസ്റ്റം ടു അനദർ. അപ്പോൾ നമ്മൾ ഓർക്കും ഒരു ഹോസ്റ്റിൽ നിന്നും അടുത്ത ഹോസ്റ്റിലേക്ക് കോപ്പി ചെയ്യുന്നത് അത്ര ഈസി ആയിട്ടുള്ള പ്രോസസ്സാണെന്ന്. പക്ഷേ ഇതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ടു സിസ്റ്റം മേ യൂസ് ഡിഫറെൻറ്റ് ഫയൽ കൺവെൻഷൻസ്. അപ്പോൾ രണ്ട് സിസ്റ്റംസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫയൽ കൺവെൻഷൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ ഒരു ഫയലിൽ നിന്നും അടുത്ത ഒരു ഹോസ്റ്റിൽ സേവ് ചെയ്തിരിക്കുന്ന ഫയലിൻ്റെ ഫോമാറ്റും വേറെ ആയിരിക്കും. അതുപോലെ തന്നെ അടുത്ത ഹോസ്റ്റിലേക്ക് നമ്മൾ ആ ഫയലിനെ കോപ്പി ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫയൽ ഫോമാറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫയൽ കൺവെൻഷൻസ് അവിടെ ഇല്ല എങ്കിൽ അവിടെ ഒരു പ്രോബ്ലം ഒക്കെ കയറി അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം നമ്മൾ കോപ്പി ചെയ്യുന്ന ഫയൽസിനെ മറ്റൊരു ഹോസ്റ്റിൽ അത് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ ഓപ്പൺ ചെയ്യാൻ സാധിക്കണം അല്ലേ. അതൊരു ലിമിറ്റേഷനാണ്. ദി ടെസ്റ്റ് ആൻഡ് ഡാറ്റ മേ ബി റെപ്രസെൻറ്റഡ് ഇൻ ഡിഫറെൻറ്റ് വേർഡ്സ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ PDF സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. PDF നിന്നും നമ്മൾ അടുത്ത ഒരു ഹോസ്റ്റിലേക്ക് കോപ്പി ചെയ്യുമ്പം അവിടെ ഒരു PDF സപ്പോർട്ട് ചെയ്യുന്ന ഫയൽ ഇല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളത് വേർഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ PDF സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ചില ഇമേജസുകൾ അല്ലെങ്കിൽ വേർഡിൽ നിന്നും PDF കൺവേർട്ട് ചെയ്യുമ്പം നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ചില ഇമേജസുകൾ ടെസ്റ്റുകളൊന്നും അവിടെ കാണണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതൊക്കെ ഒരു ലിമിറ്റേഷനാണ്. ടു സിസ്റ്റം മേ ഹാവ് ഡിഫറെൻറ്റ് ഡയറക്ടറി സ്ട്രക്ചർ. രണ്ട് സിസ്റ്റത്തിനും മേ ബി ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ഒരു ഹോസ്റ്റിൽ നിന്നും അടുത്ത ഹോസ്റ്റിലേക്ക് നമ്മൾ ഫയൽസിനെ കോപ്പി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾ സെൻഡ് ചെയ്യുന്ന ഫയൽസ് അവിടെ ഓപ്പൺ ചെയ്യാൻ സാധിക്കണം അല്ലേ. അല്ലെങ്കിൽ പിന്നെ ഈ FTPയുടെ യൂസ് അവിടെ ഒരു ഉപയോഗമില്ലാണ്ടായി പോകും. കാരണം നമ്മൾ സെൻഡ് ചെയ്തിട്ടും ആ ഒരു ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നില്ല, നമ്മുടെ സിസ്റ്റത്തിൽ അത് സപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ അത് നമുക്ക് ആ ഒരു ഫയൽ അവിടെ ലോസ് ആയി പോവുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിമിറ്റേഷൻസ് വരുന്നത്. അപ്പോൾ ഈ കോപ്പിയിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സ് അല്ല. FTP ഈസ് എ സൊല്യൂഷൻ ടു ഓൾ ദിസ് പ്രോബ്ലം വിത്ത് ആൻ എഫിഷ്യൻറ്റ് അപ്രോച്ച്. അപ്പോൾ ഈ ഒരു ലിമിറ്റേഷൻസിനെയൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെക്കാനിസമാണ് FTP എന്ന് പറയുന്നത്. FTP differs from other client-server applications such that it establishes two connections between the host. അപ്പോൾ ഈ FTP മറ്റുള്ള ക്ലയൻറ്റ് സെർവർ ആപ്ലിക്കേഷൻസിൽ നിന്നും ഡിഫറൻസ് ആണ്. എന്ന് വെച്ചാൽ ഇത് ആദ്യമേ ഇങ്ങനെ ഒരു ഫയൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യും, കണക്ഷൻസ് ബിറ്റ്വീൻ ടു ഹോസ്റ്റുകൾ തമ്മിലുള്ള കണക്ഷൻസ് അവിടെ എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഇറ്റ് എക്സ്റ്റാബ്ലിഷ് ടു ടൈപ്സ് ഓഫ് കണക്ഷൻ ബിറ്റ്വീൻ ക്ലയൻറ്റ് ആൻഡ് സെർവർ. ഇതിൻ്റെ അകത്ത് രണ്ട് ടൈപ്പ് കണക്ഷൻസ് ആണ് ഈ FTP എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതായത് റീഡ് FTP ക്ലയൻറ്റ് ആൻഡ് FTP സെർവറും. FTP ക്ലയൻറ്റും ഉണ്ടാകും, FTP സെർവറും ഉണ്ടാകും. വൺ ഓഫ് ദം ഈസ് യൂസ്ഡ് ഫോർ ഡാറ്റ ട്രാൻസ്ഫർ ആൻഡ് അതർ വിൽ ബി യൂസ്ഡ് ഫോർ കൺട്രോൾ ഇൻഫർമേഷൻസ്, കമാൻഡ്സ് ആൻഡ് റെസ്പോൺസ്. അപ്പോൾ ഇതിൽ ഒരു ഇതിലിപ്പോൾ നമ്മൾ പറഞ്ഞു രണ്ട് കണക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു, FTP ക്ലയൻറ്റ് ആൻഡ് FTP സെർവർ. അപ്പോൾ ഈ ഒരു കണക്ഷൻ്റെ അകത്ത് ഒരെണ്ണം ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ മറ്റൊരു കണക്ഷൻ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു, ഇൻഫർമേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ദി കൺട്രോൾ connections mainly uses simple rules of communication. We need to first transfer only a line of command or a line of response at a time. On the other hand, data connections use more complex method due to the use of different types of data being transferred. അപ്പോൾ ഇവിടെ ഈ ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടി ഡാറ്റ ട്രാൻസ്ഫർ എന്ന് പറയുന്ന കണക്ഷൻ അതൊരു കണക്ഷനാണ്. അതുപോലെ തന്നെ കൺട്രോൾ ഇൻഫർമേഷൻ മറ്റൊരു കണക്ഷനാണ്. അപ്പോൾ ഈ ഡാറ്റ ട്രാൻസ്ഫർ ആണെങ്കിൽ ഡാറ്റ കണക്ഷൻസ് മേ യൂസ് കോംപ്ലക്സ് മെത്തേഡ് ഡ്യൂ ടു ദി യൂസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ ബീയിങ് ട്രാൻസ്ഫർ. അപ്പോൾ ഈ ഡാറ്റകൾ തമ്മിൽ ഡാറ്റാസുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ഡാറ്റ
കണക്ഷൻസ്, കോംപ്ലക്സ് മെത്തേഡുകളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ ഇത് കൺട്രോൾ കണക്ഷൻസ്, എന്തിനാണ് കൺട്രോൾ ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്നത്? ഡാറ്റ കണക്ഷൻ യൂസ് ചെയ്യുന്നത് ഡാറ്റ ട്രാൻസ്ഫറിനാണെങ്കിൽ കൺട്രോൾ കണക്ഷൻ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? കൺട്രോൾ ഇൻഫർമേഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ കൺട്രോൾ കണക്ഷൻസ് മെയിൻലി യൂസ് സിമ്പിൾ റൂൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ട്രാൻസ്ഫർ ഒളിയെ ലൈൻ ഓഫ് കമാൻഡ്. അവിടെ ഇത്രയും ഉള്ളൂ, ഒരു ലൈൻ ഓഫ് കമാൻഡ്സ് ആയിരിക്കണം ട്രാൻസ്ഫർ ചെയ്യുക, അല്ലെങ്കിൽ ലൈൻ ഓഫ് റെസ്പോൺസ്, തിരിച്ചൊരു സെർവറിൽ നിന്നുള്ള റെസ്പോൺസ് ഒരെണ്ണം അറ്റ് എ ടൈം only one ലൈൻസ് ആയിരിക്കും സെൻഡ് ചെയ്യുക. അതാണ് ഈ കൺട്രോൾ കണക്ഷൻ്റെ അകത്ത് റൂൾസ് എന്ന് പറയുന്നത്. എന്നാൽ ഡാറ്റ കണക്ഷൻ്റെ അകത്ത് വരുമ്പോൾ കോംപ്ലക്സ് ആയിട്ടുള്ള മെത്തേഡ്സുകളാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ബിക്കോസ് എന്തിനാണ്? ട്രാൻസ്ഫർ ദി ഡാറ്റ ബിറ്റ്വീൻ വൺ ഹോസ്റ്റ് ടു ഡിഫറെൻറ്റ് ഹോസ്റ്റ് അല്ലേ. FTP യൂസസ് ടു വെൽ നോൺ TCP. അപ്പോൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന പോർട്ടാണ് TCPക്കകത്ത് യൂസ് ചെയ്യുന്ന ഒരു പോർട്ട് നമ്പറാണ് 21 ആണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 21 യൂസ് ചെയ്യുന്നത് കൺട്രോൾ കണക്ഷൻ ആണെങ്കിൽ പോർട്ട് 20 യൂസ് ചെയ്യുന്നത് എന്തിനായിരിക്കും? ഡാറ്റ കണക്ഷന് വേണ്ടി ആയിരിക്കും. ബേസിക് മോഡൽസ് ഓഫ് എ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. FTP ക്ലയൻറ്റിൻ്റെയും FTP സെർവർ കമ്പോണൻസിൻ്റെ ബേസിക് ആയിട്ടുള്ള മോഡൽസാണ് പറയുന്നത്. FTP ക്ലയൻറ്റിൻ്റെ അകത്ത് 3 ബ്ലോക്കാണ് ഉള്ളത്. യൂസർ ഇൻ്റർഫേസ് ഉണ്ട്, കൺട്രോൾ പ്രോസസ്സ് ആൻഡ് ഡാറ്റ ട്രാൻസ്ഫർ പ്രോസസ്സ്. അപ്പോൾ 3 ബ്ലോക്കുകളാണ് FTP ക്ലയൻറ്റിൻ്റെ അകത്തുള്ളത്. ഒന്നാമത്തത് യൂസർ ഇൻ്റർഫേസും, രണ്ടാമത്തത് കൺട്രോൾ പ്രോസസ്സും, ആൻഡ് മൂന്നാമത്തതാണ് ഡാറ്റ ട്രാൻസ്ഫർ പ്രോസസ്സും. FTP സെർവറിൻ്റെ അകത്തുള്ളത് സെർവർ കൺട്രോൾ പ്രോസസ്സും അതുപോലെ തന്നെ സെർവർ ഡാറ്റ ട്രാൻസ്ഫർ പ്രോസസ്സും ആയിരിക്കും FTP സെർവറിൻ്റെ അകത്തുള്ളത്. അപ്പോൾ FTP ക്ലയൻറ്റിൽ ഒരു ബ്ലോക്കും കൂടെ കൂടി വരുന്നുണ്ട്, യൂസർ ഇൻ്റർഫേസ് ബ്ലോക്ക്. മറ്റേത് കൺട്രോൾ പ്രോസസ്സ്, ഡാറ്റ ട്രാൻസ്ഫർ പ്രോസസ്സ്. ഇത് രണ്ടും ഈ ക്ലയൻറ്റിലും സെർവറിലും സെയിം ആണെന്ന് ഓർക്കുക. ഓക്കെ, സെയിം ബ്ലോക്കുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫിഗർ റെപ്രസെൻറ്റേഷൻ നമ്മൾ കാണിക്കുന്നുണ്ട്. ഒരു ഹോസ്റ്റ്, അതായത് ക്ലയൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു യൂസർ, അതിൻ്റെ അകത്ത് 3 ബ്ലോക്കുകളാണ് FTPക്ക് ഉള്ളത്. ഏതൊക്കെയാണ്? യൂസർ ഇൻ്റർഫേസും കൺട്രോൾ പ്രോസസ്സും ഡാറ്റ ട്രാൻസ്ഫർ പ്രോസസ്സും. ത്രൂ TCP IP പ്രോട്ടോകോൾസ് വഴി എന്താ ചെയ്യുക? ഇവിടെ കൺട്രോൾ കണക്ഷൻസ് ഉണ്ട്, ഡാറ്റ കണക്ഷൻസ് ഉണ്ട്. ഡാറ്റ കണക്ഷൻസ് എന്തിനായിരുന്നു? ട്രാൻസ്ഫർ ദി ഡാറ്റ അല്ലേ, ഡാറ്റയെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി. കൺട്രോൾ കണക്ഷൻസ് എന്തിനായിരുന്നു? കണക്ഷൻസ് എന്തിനായിരുന്നു നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇൻഫോർമേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി. only 1 ലൈൻസ് ആയിരിക്കും അറ്റ് എ ടൈം സെൻഡ് ചെയ്യുക. ഇനി സെർവറിലേക്ക് സെൻഡ് ചെയ്യുന്ന മെസ്സേജസുകൾ എത്തുന്നു, ലൈൻ ബൈ ലൈൻ ആയിട്ട് ചേരുകയാണ്. അപ്പോൾ അവിടെ കണക്ഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഡാറ്റ കണക്ഷൻസ് ആണ് ഉള്ളത്. ഡാറ്റ ട്രാൻസ്ഫറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഡാറ്റ കണക്ഷൻസ് ലൈനാണുള്ളത്. ദെൻ സെർവറിലേക്ക് വരുമ്പോൾ അവിടെ എത്ര ബ്ലോക്കുകളാണുള്ളത്? കൺട്രോൾ പ്രോസസ്സും ഉണ്ടാകും, യൂസർ ട്രാൻസ്ഫർ പ്രോസസ്സും ഉണ്ടാകും. അപ്പോൾ ഇതാണ് ഫിഗർ റെപ്രസെൻറ്റേഷനിൽ കാണിക്കാം. ദി കൺട്രോൾ കണക്ഷൻസ് കണക്ട് ദി കൺട്രോൾ പ്രോസസ് വൈൽ ദി ഡാറ്റ കണക്ഷൻ കണക്ട് ദി ഡാറ്റ ട്രാൻസ്ഫർ പ്രോസസ്സ്. അപ്പോൾ ഇവിടെ ഈ കൺട്രോൾ പ്രോസസ്സിനെയും ക്ലയൻറ്റിലുള്ള കൺട്രോൾ പ്രോസസ്സിനെയും അതുപോലെ തന്നെ സെർവറിലുള്ള കൺട്രോൾ പ്രോസസ്സിനെയും വേണ്ടി കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് കൺട്രോൾ കണക്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡാറ്റ കണക്ഷൻ എന്തിനായിരിക്കും യൂസ് ചെയ്യുന്നത്? ക്ലയൻറ്റിലുള്ള ഡാറ്റ ട്രാൻസ്ഫർ പ്രോസസ്സിനെയും സെർവറിലുള്ള ഡാറ്റ ട്രാൻസ്ഫർ പ്രോസസ്സിനെയും കണക്ട് ചെയ്യാൻ വേണ്ടി ഡാറ്റ കണക്ഷൻസ് യൂസ് ചെയ്യുന്നു. ദി കൺട്രോൾ കണക്ഷൻ ഈസ് ആക്റ്റീവ് ഫോർ ഐദർ ഡ്യൂറേഷൻ ഓഫ് ദി ഇൻറ്ററാക്ഷൻസ് ഓഫ് ദി FTP ക്ലയൻറ്റ് ആൻഡ് FTP സെർവർ. അതായത് ഈ കൺട്രോൾ കണക്ഷന് എപ്പോഴാണ് ആക്റ്റീവ് ചെയ്യുന്നത്? ഈസ് ആക്റ്റീവ് എന്തിനു വേണ്ടിയാണ് ആക്റ്റീവ് ചെയ്യുന്നത്? ഫോർ ദി എൻറ്റയർ ഡ്യൂറേഷൻ ഓഫ് ദി ഇൻട്രാക്ഷൻ ഓഫ് ദി, അതായത് FTP ക്ലയൻറ്റും FTP സെർവറും തമ്മിലുള്ള കണക്ഷൻ എൻറ്റയർ ഇൻട്രാക്ഷന് വേണ്ടിയാണ് ഈ കൺട്രോൾ കണക്ഷൻസ് ആക്റ്റീവ് ആകുന്നത്. ദി ഡാറ്റ കണക്ഷൻ ഈസ് ഫസ്റ്റ് ആക്ടിവേറ്റഡ് എപ്പോഴാണ്? then the file will be transferred and lastly the data connection is closed. അപ്പം ഈ ഡാറ്റ കണക്ഷന് ആക്റ്റീവ് ആകുന്നത് ഫസ്റ്റ് എപ്പോഴാണ് ഫയൽ ട്രാൻസ്ഫർ ചെയ്യുന്നത്, കൂടാതെ ഫസ്റ്റ് ഫയൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ സമയത്ത് ആക്റ്റീവായി കഴിഞ്ഞാൽ എപ്പോഴാണ് അവരുടെ കണക്ഷൻ ക്ലോസ് ആകുന്നത് ആ സമയം വരെ ആയിരിക്കും ഈ ഡാറ്റ കണക്ഷന് ആക്റ്റീവായിട്ടിരിക്കുന്നത്. ദിസ് സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് റിപ്പീറ്റ്സ് ഫോർ ഈച്ച് ഫയൽ ട്രാൻസ്ഫർ ഓവർ FTP സെക്ഷൻസ്. അപ്പോൾ ഈ ഒരു കണക്ഷന് റിപ്പീറ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും FTP സെക്ഷൻസ് ഓവർ ആകുന്നോടം വരെ. ഇൻ എ നട്ട്ഷെൽ വി ക്യാൻ സേ ദാറ്റ് വൈൽ ദി കൺട്രോൾ കണക്ഷൻ ഈസ് ഓപ്പൺ ദി ഡാറ്റ കണക്ഷൻ ക്യാൻ ബി ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് മൾട്ടിപ്പിൾ ടൈംസ് ഇഫ് സെവറൽ ഫയൽസ് ആർ ടു ബി ട്രാൻസ്ഫേർഡ്. അപ്പോൾ നമ്മൾ പറയുകയാണ് കൺട്രോൾ കണക്ഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ഡാറ്റ കണക്ഷൻ ക്യാൻ ബി ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് മൾട്ടിപ്പിൾ ടൈംസ്, അതായത് ലൈൻ ബൈ ലൈൻ ട്രാൻസ്ഫർ ആണെന്ന് പറഞ്ഞു. മൾട്ടിപ്പിൾ ടൈംസ് ഇത് ഓപ്പൺ ക്ലോസിങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. എന്തിനാണ്? മോർ ദാൻ 1 ഫയൽസ്
ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി. ഇനി ഇതിൽ കൺട്രോൾ കണക്ഷനും ഡാറ്റ കണക്ഷനും നമുക്ക് നോക്കാം. കൺട്രോൾ കണക്ഷൻസ് എന്ന് വെച്ചാൽ ദിസ് കണക്ഷൻ റിമെയിൻസ് ആക്റ്റീവ് ഫോർ ദി കംപ്ലീറ്റ് FTP സെക്ഷൻ ബിറ്റ്വീൻ FTP സെർവർ ആൻഡ് FTP ക്ലയൻറ്റ്. നമുക്കറിയാം കൺട്രോൾ കണക്ഷൻസ് കൺട്രോൾ ഇൻഫർമേഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു FTP സെക്ഷൻ ആയിരിക്കും. ഇപ്പം ബിറ്റ്വീൻ FTP സെർവറും FTP ക്ലയൻറ്റും തമ്മിലുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള FTP സെക്ഷൻ ആക്റ്റീവ് ആയിരിക്കും. ഇത് കണക്ഷൻസ് റിമെയിൻസ് ആക്റ്റീവ് ഫോർ ദി കംപ്ലീറ്റ് FTP സെക്ഷൻസ്. പോർട്ട് 21 ആയിരിക്കും ഈ TCP കണക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ദ IP യൂസസ് മിനിമം ഡിലേ ടൈം സെർവ്സ് ടു പ്രൊവൈഡ് എഫിഷ്യൻറ്റ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ FTP സെർവർ ആൻഡ് FTP ക്ലയൻറ്റ്. അടുത്തത് ഡാറ്റ കണക്ഷൻ. അത് നമ്മൾ പോർട്ട് 20 ആണ് യൂസ് ചെയ്യുന്നത്. വെൻ ദി ഡാറ്റ ഈസ് റെഡി ടു ബി ട്രാൻസ്ഫേർഡ് ആൻഡ് ഇറ്റ് ഈസ് ക്ലോസ്ഡ് വെൻ ദി ഫയൽ ഈസ് ഓവർ. നമ്മൾ പറഞ്ഞതാണ് എപ്പോഴത് നമ്മുടെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി റെഡി ആയിരിക്കുന്ന സമയത്ത് ഇത് ആക്റ്റീവ് ആകുന്നു ആൻഡ് ഇറ്റ് ഈസ് ക്ലോസ്ഡ് വെൻ ദി ട്രാൻസ്ഫർ ഈസ് ഓവർ. അൺലൈക്ക് ഇറ്റ്സ് കൗണ്ടർ പാർട്ട് കൺട്രോൾ കണക്ഷൻ, ദിസ് കണക്ഷൻ വിൽ ബി ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് മെനി ടൈംസ് ആൻഡ് ആസ് പെർ ദി റിക്വയർമെൻറ്റ്. അപ്പോൾ നമ്മുടെ കൺട്രോൾ കണക്ഷൻസ് പോലെയല്ല, ഡാറ്റ കണക്ഷൻ എങ്ങനെയാണ് മെനി ടൈംസ് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ചെയ്യും. എന്തുകൊണ്ട്? ലൈൻ ബൈ ലൈൻ ട്രാൻസ്ഫർ ആയിരിക്കും അവിടെ ഉണ്ടാകുക. അപ്പോൾ ഫയൽ ട്രാൻസ്ഫർ ചെയ്ത് തിരിച്ച് റിപ്ലൈ അല്ലേ, ഫയൽ ട്രാൻസ്ഫർ ചെയ്ത് അടുത്ത സെക്ഷൻസ് അത് ഈ ഒരു പ്രോസസ്സ് ഓപ്പൺ ക്ലോസ് എന്ന് പറഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. Then anonymous FTP. To use FTP, a user need to have an account along with a password on the remote server. അപ്പോൾ ഈ ഒരു FTP യൂസ് ചെയ്യണമെങ്കിൽ യൂസറിന് എന്തുണ്ടായിരിക്കണം? യൂസർ നെയിമും along with പാസ്വേഡും ഉണ്ടായിരിക്കണം. Some sites generally have a set of files available for the public access to enable anonymous FTP. അപ്പോൾ ചില സൈറ്റുകളിനകത്ത് ഒരു സെറ്റ് ഓഫ് ഫയൽസ് അവൈലബിൾ ആയിരിക്കും പബ്ലിക് ആക്സസിന് വേണ്ടി. അതായത് യൂസർ നെയിമും പാസ്വേഡും ഇല്ലാതെ തന്നെ പബ്ലിക് ആക്സസിന് വേണ്ടി ഇത് അവൈലബിൾ ആയിരിക്കും. To enable anonymous FTP to access these files, any user does not need to have an account or password. അങ്ങനെയുള്ള FTPക്കാണ് anonymous FTP എന്ന് പറയുന്നത്. സാധാരണയാണെങ്കിൽ FTP ആക്സസ് ചെയ്യണമെങ്കിൽ ഒരു കറക്റ്റ് ആയിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും കൊടുക്കണം. ദെൻ ചില സൈറ്റുകൾ ഈ FTP ആക്സസിബിൾ ആയിരിക്കും, പബ്ലിക് ആക്സസ് ആണ്. അതാണ് anonymous FTP എന്ന് പറയുന്നത്. They does not need to have an account or password. Instead, the user can use anonymously as the username and then guess password. User access to the system is very limited. Some site further allows anonymous users only a subset of the commands. For example, most site allows user to copy some files but do not allow navigation through the directories. അതായത് ഈ FTP ഫയൽസിൽ ഈ അനോണിമസ് ആയിട്ടുള്ള FTP ആക്സസ് എന്ന് പറഞ്ഞു, പബ്ലിക് ആക്സസ് എന്ന് പറഞ്ഞു. അതായത് യൂസറിൻ്റെ ആക്സസ് ലിമിറ്റഡ് ആയിരിക്കും, വെരി ലിമിറ്റഡ് ആയിരിക്കും. നമുക്ക് കാണാം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഒരു സൈറ്റിൽ കയറി നമ്മൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് സെർച്ച് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ടെസ്റ്റിൻ്റെ PDF നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുക, ഫയൽ ട്രാൻസ്ഫർ അല്ലേ ഡൗൺലോഡ് ചെയ്യണം എന്ന് വിചാരിക്കുക. അപ്പോൾ ചില സൈറ്റുകളിൽ കയറുമ്പോൾ നമുക്ക് കാണാം ആ ടെസ്റ്റിൻ്റെ കണ്ടൻറ്റ് മാത്രമേ അവർ ഡിസ്പ്ലേ ചെയ്യത്തുള്ളൂ. ദെൻ താഴോട്ട് നമുക്ക് ആ ഒരു ചാപ്റ്റർ വൈസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അപ്പം നമ്മൾ കണ്ടൻറ്റ് മാത്രം ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അവരൊരു പർട്ടിക്കുലർ യൂസർ നെയിം പാസ്വേഡ് അല്ലെങ്കിൽ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്ത് കയറി ഇത്ര നേരത്തേക്ക് ഇത്ര ടൈമിലേക്ക് ട്രയൽ ആയിട്ട് നമുക്ക് ആ ഒരു ടെസ്റ്റ് PDF യൂസ് ചെയ്യാമെന്നുള്ള കണ്ടീഷൻസ് വെക്കും, നമ്മൾ കാണാറുണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് അങ്ങനെയുള്ള കേസിൽ നമുക്ക് യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്ത് കയറണം, അല്ലെങ്കിൽ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് നമ്മളൊരു പർട്ടിക്കുലർ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തെങ്കിൽ മാത്രമേ ആ ടെസ്റ്റിൻ്റെ ഫുൾ PDF നമുക്ക് ആക്സസിബിൾ ആയിട്ട് കിട്ടത്തുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ എന്താണ് പറയുക, മോസ്റ്റ് സൈറ്റ് അലൗസ് ഇത് യൂസർ ടു കോപ്പി സം ഫയൽസ് ബട്ട് ഡു നോട്ട് അലോ നാവിഗേഷൻ ത്രൂ ദി ഡയറക്ടറീസ്. നമുക്ക് കുറച്ച് ഫയൽസ് മാത്രമേ നമുക്ക് വ്യൂ ചെയ്യാനുള്ള പെർമിഷൻ അവർ തരുള്ളൂ. നമുക്ക് ബാക്കി ആ ഫുൾ ടെസ്റ്റിൻ്റെ PDF മൊത്തമായിട്ട് നമുക്ക് വേണമെന്നുണ്ട് എങ്കിൽ നമ്മളൊന്നെങ്കിൽ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് കയറി അവർ പറയുന്ന എമൗണ്ട് പേ ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് FTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളിൻ്റെ ഒരു കേസാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അടുത്താണ് ഹൈപ്പർ ടെസ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ HTTP എന്ന് പറയുന്നത്. ദി ഇൻഫർമേഷൻസ് ദാറ്റ് ഈസ് ടു ബി ഓഫേർഡ് ടു ദി യൂസർ ക്ലയൻറ്റ് user or client is stored. User means client is stored in the web server in the form of web pages. Further, these web pages are created by the name of the language called hypertext markup language. നമുക്കറിയാം HTML ആണ് നമ്മുടെ വെബ്സൈറ്റിൽ നിങ്ങൾ ഓൾറെഡി പ്രോജക്റ്റുകളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം HTML എന്താണെന്നും HTTP എന്താണെന്നും ഒക്കെ ഉള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന വെബ് പേജസുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് HTML എന്ന് പറയുന്നത്. These web pages are interconnected by the hyperlinks or
സിംപ്ലി ലിങ്ക്സ്. നമുക്കറിയാം നമ്മൾ അതിൻ്റെ അകത്ത് ഹൈപ്പർ ലിങ്കുകൾ കൊടുത്ത് ഒരു സൈറ്റിൽ നിന്നും അടുത്ത സൈറ്റിലേക്ക് മൂവ് ചെയ്യാനൊക്കെ ഓപ്ഷൻസ് ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. നൗ എനി നോർമൽ യൂസർ ക്യാൻ വ്യൂ ദിസ് പേജ് ബൈ യൂസിങ് വെബ് ബ്രൗസർ. അപ്പോൾ ഈ ഒരു വെബ് പേജസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വെബ് പേജസ് എവിടെയാണ് നോർമലായിട്ട് ക്ലയൻറ്റ് വ്യൂ ചെയ്യുന്നത്? വിത്ത് ദി ഹെൽപ്പ് ഓഫ് വെബ് ബ്രൗസർ. ഗൂഗിൾ ക്രോം ഉണ്ട്, ഫയർഫോക്സ് ഉണ്ട്, സഫാരി ഉണ്ട്, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ഒക്കെ ഉണ്ട് അല്ലേ. നൗ ഈച്ച് ലിങ്ക് പ്രൊവൈഡ് ദി ബ്രൗസർ വിത്ത് എ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. അപ്പോൾ ഈ ഓരോ ലിങ്കിനും ഒരു യൂണിഫോം URL ആണ് അല്ലേ, ഓരോ സൈറ്റിനും URL സ്പെസിഫൈ ചെയ്യുന്നു. ദി നെയിം ഓഫ് ദി മെഷീൻ വെയർ ദി വെബ് പേജസ് ഈസ് ലൊക്കേറ്റഡ് ആസ് വെൽ ആസ് ദി നെയിം ഓഫ് ദി ഫയൽ ദാറ്റ് കണ്ടെയ്ൻ ദി റിക്വസ്റ്റഡ് ഡോക്യുമെൻറ്റ്. ദി കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ വെബ് ബ്രൗസർ ആൻഡ് ദി വെബ് സെർവർ ഈസ് സപ്പോർട്ടഡ് ബൈ ദി ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. അപ്പോൾ ഈ യൂസർ കൊടുക്കുന്ന ഈ വെബ് ബ്രൗസർ വഴി യൂസർ കൊടുക്കുന്ന URL, ആ URL അതായത് വെബ് ബ്രൗസറും കൂടാതെ ആ പർട്ടിക്കുലർ കണ്ടൻറ്റ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വെബ് സെർവറും തമ്മിലുള്ള കണക്ഷനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് പ്രോട്ടോക്കോളാണ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ദി പ്രിൻസിപ്പൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് HTTP ഈസ് ടു ഗെറ്റ് ആക്സസ് ടു ഇൻഫോം ഓൺ www. This protocol can get the data in various forms such as with the plain text, hypertext, audio, video, etc. The functions of HTTP is equivalent to combinations of FTP and SMTP. There is no separate managed connections just like on the FTP. Only the data transfer take place between the client and server. So there is only one connection and it is the data connection. The data transfer is HTTP is similar to SMTP. അപ്പോൾ നമുക്കറിയാം നമ്മളിപ്പോൾ പറഞ്ഞു ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഈ വെബ് ബ്രൗസറിനെയും വെബ് സെർവറും തമ്മിലുള്ള കണക്ഷൻ എക്സ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോളിൽ ആക്സസ് ചെയ്യുന്നത് എങ്ങനെയാണ്? HTTP ഈസ് ടു ബി ആക്സസ് വിത്ത് ഇൻഫർമേഷൻസ് എവിടെ നിന്ന് കിട്ടും? വേൾഡ് വൈഡ് വെബിൽ നിന്നാണ് കിട്ടുന്നത്. ഈ പ്രോട്ടോക്കോൾസ് വഴി നമുക്ക് വേരിയസ് ഫോംസ് ഓഫ് ഡാറ്റാസ് അവൈലബിൾ ആണ്. അതായത് പ്ലെയിൻ ടെക്സ്റ്റ്, ഹൈപ്പർ ടെക്സ്റ്റ്, ഓഡിയോസ്, വീഡിയോസ്, ഇമേജസ് എക്സെട്ര ആണ്. ഈ HTTP എന്ന് പറയുന്നത് FTPയും SMTPയും പോലെ തന്നെ ഇക്വലൻ്റ് ആണ്. അതായത് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളും സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളും പോലെ തന്നെ ഇക്വലൻ്റ് കോമ്പിനേഷൻസ് ആണ് ഉള്ളത് HTTPയിൽ. എന്നാൽ നമ്മളിപ്പോൾ പറഞ്ഞു HTTPയിൽ 2 കണക്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ടെന്ന്, ഡാറ്റ കണക്ഷൻസും അതുപോലെ കൺട്രോൾ കണക്ഷൻസും. പക്ഷേ HTTPയിൽ യൂസ് ചെയ്യുന്നത് ഒറ്റ കണക്ഷൻസ് മാത്രമായിരിക്കും. ആൻഡ് ഏത് കണക്ഷനാണ്? ഡാറ്റ കണക്ഷൻ മാത്രമായിരിക്കും HTTPയിൽ യൂസ് ചെയ്യുന്നത്. ഡാറ്റ ട്രാൻസ്ഫർ SNTP പോലെ സെയിം ആയിരിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് HTTPയുടെ ട്രാൻസാക്ഷൻസ് മെസ്സേജ് ഫോമാറ്റാണ്. ഇവിടെ മെസ്സേജ് എന്ന് പറയുന്നത് the above figure shows HTTP transactions between client and server. The client initiated transactions by sending a request message to the server. The server replies to the request message by sending a response message. ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പം ക്ലയൻറ്റ് സൈഡിൽ നിന്ന് നമ്മുടെ വെബ് ബ്രൗസർ യൂസ് ചെയ്ത് നമ്മളൊരു URL ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. www.youtube.com എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതാണ് നമ്മുടെ റിക്വസ്റ്റ്. ദെൻ വെബ് സെർവറിൽ നിന്നും വിത്ത് ദി ഹെൽപ്പ് ഓഫ് HTTP ട്രാൻസ്ഫർ ചെയ്യുകയാണ്. കണക്ഷൻ എക്സ്റ്റാബ്ലിഷ് ചെയ്തു. ദെൻ നമുക്ക് തിരിച്ച് ഈ വെബ് സെർവറും വെബ് ക്ലയൻറ്റും തമ്മിലുള്ള കണക്ഷൻ എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് HTTP എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അവിടെ നിന്നും തിരിച്ച് പർട്ടിക്കുലർ വെബ്സൈറ്റ്, ആ വെബ്സൈറ്റ് ഏത് ലാംഗ്വേജിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? HTML ലാംഗ്വേജിൽ. ആ ലാംഗ്വേജിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന യൂസറിൻ്റെ റിക്വസ്റ്റ് അനുസരിച്ചുള്ള ആ URLനെ ബേസ് ചെയ്തിട്ടുള്ള ആ വെബ്സൈറ്റ് തിരിച്ച് നമുക്ക് റെസ്പോൺസായിട്ട് കിട്ടുന്നു. HTTPയുടെ മെസ്സേജസ് എന്ന് പറയുന്നത് 2 ടൈപ്സ് ഉണ്ട്. റിക്വസ്റ്റ് ആസ് റെസ്പോൺസ്. ബോത്ത് ദി മെസ്സേജ് ടൈപ്പ് ഫോളോ ദി സെയിം മെസ്സേജ് ഫോമാറ്റ്. 2 ടൈപ്പ് മെസ്സേജസ് ആണുള്ളത്, റിക്വസ്റ്റ് മെസ്സേജും റെസ്പോൺസ് മെസ്സേജും. റിക്വസ്റ്റ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ ദി റിക്വസ്റ്റ് മെസ്സേജ് സെൻറ്റ് ബൈ ദി ക്ലയൻറ്റ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് എ റിക്വസ്റ്റ് ലൈൻ, ഹെഡേഴ്സ് ആൻഡ് സംടൈംസ് എ ബോഡി. ഇപ്പോൾ റിക്വസ്റ്റ് മെസ്സേജിൻ്റെ അകത്ത് കാണപ്പെടുന്നത് ക്ലയൻറ്റാണ് സെൻഡ് ചെയ്യുന്നത് റിക്വസ്റ്റ്. അതിൻ്റെ അകത്ത് റിക്വസ്റ്റിൻ്റെ ലൈൻസ് ഉണ്ടാകും, ഹെഡേഴ്സ് ഉണ്ടാകും, ഒരു ബ്ലാങ്ക് ലൈൻ ഉണ്ടാകും അല്ലേ. റിക്വസ്റ്റ് ലൈൻസ്, ഹെഡേഴ്സ് ആൻഡ് സം ടൈംസ് എ ബോഡി ഉണ്ടാകും, ചിലപ്പോൾ ഒരു ബ്ലാങ്ക് ലൈൻസും ഉണ്ടാകും. റെസ്പോൺസ് മെസ്സേജിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത് അതാരാണ് സെൻഡ് ചെയ്യുന്നത്? സെർവർ ആയിരിക്കും സെൻഡ് ചെയ്യുന്നത്. ദാറ്റ് കൺസിസ്റ്റ് ഓഫ് എ സ്റ്റാറ്റസ് ലൈൻ, ഹെഡർ ആൻഡ് സംടൈംസ് എ ബോഡി. അതൊക്കെയാണ് ഈ HTTP മെസ്സേജിൻ്റെ 2 ടൈപ്സ് എന്ന് പറയുന്നത്. റിക്വസ്റ്റ് മെസ്സേജും റെസ്പോൺസ് മെസ്സേജും ആണ്. അതിൻ്റെ ഒരു ഫോമാറ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അടുത്തത് നിങ്ങൾക്കറിയാവുന്ന ഒരു സംഭവം തന്നെയാണ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ, URL എന്ന് പറയുന്നത്. എ ക്ലയൻറ്റ് ദാറ്റ് വാണ്ട് ടു ആക്സസ് ദി ഡോക്യുമെൻറ്റ് ഇൻ ആൻ ഇൻ്റർനെറ്റ് ഇൻ ആൻ അഡ്രസ് ആസ്
and to facilitate the access of document, the HTTP use the concept of uniform resource locator URL. നമ്മളിപ്പോൾ പറഞ്ഞു വിത്ത് ദി ഹെൽപ്പ് ഓഫ് വെബ് ബ്രൗസറിൻ്റെ സഹായത്തോടുകൂടി ഒരു ക്ലയൻറ്റാണ് വെബ് സെർവറിലേക്ക് റിക്വസ്റ്റ് കൊടുക്കുകയാണ്. അത് ഏത് വഴിയായിരിക്കും? URL വഴി അല്ലേ. ദി യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ഇസ് എ സ്റ്റാൻഡ് വേ ഓഫ് സ്പെസിഫൈങ് എനി കൈൻഡ് ഓഫ് ഇൻഫർമേഷൻസ് ഓൺ ദി ഇൻ്റർനെറ്റിലുള്ള ഏതൊരു വെബ്സൈറ്റിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്ററിൻ്റെ നമ്മളവിടെ സ്പെസിഫൈ ചെയ്യണം അല്ലേ. ഇപ്പം നമുക്ക് യൂട്യൂബ് വേണമെങ്കിൽ നമ്മളെങ്ങനെ കൊടുക്കുക? www.youtube.com യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ നമ്മളവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുകയാണ്. ദി URL ഡിഫൈൻസ് 4 പാർട്ട് മെത്തേഡ്, ഹോസ്റ്റ്, കമ്പ്യൂട്ടർ, പോർട്ട് ആൻഡ് പാത്ത്. URLൻ്റെ അകത്ത് 4 പാർട്ടുകളാണുള്ളത്. ഒന്നാമത്തേതാണ് മെത്തേഡ്, രണ്ടാമത്തേതാണ് ഹോസ്റ്റ് കമ്പ്യൂട്ടർ, മൂന്നാമത്തേതാണ് പോർട്ട് നമ്പർ ആൻഡ് നാലാമത്തേതാണ് പാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ യൂണിഫോം റിസോഴ്സിൻ്റെ ഒരു ഫോമാറ്റ് സിൻടാക്സ് നമ്മളിവിടെ പറയുന്നുണ്ട്. മെത്തേഡ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. http://host./ എന്ന് പറഞ്ഞ ഇതാണ് മെത്തേഡ് :/host:/port/path എന്ന് പറയുന്നത്. മെത്തേഡ് എന്ന് പറഞ്ഞാൽ ദി മെത്തേഡ് ഈസ് ദി പ്രോട്ടോകോൾ യൂസ്ഡ് ടു റിട്രീവ് ദി ഡോക്യുമെൻറ്റ് ഫ്രം എ സെർവർ. ഫോർ എക്സാമ്പിൾ HTTP. അപ്പോൾ നമ്മൾ ഏത് പ്രോട്ടോക്കോളിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മുടെ വെബ് ബ്രൗസറിനെയും വെബ് സെർവറിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത്? HTTP. അപ്പോൾ ഹിയർ വി സ്പെസിഫൈ ഏത് പ്രോട്ടോക്കോൾസാണ് യൂസ് ചെയ്യുന്നത്? HTTP. അപ്പോൾ ആ പ്രോട്ടോക്കോളിൻ്റെ പേരാണ് മെത്തേഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ http:// ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ the host is the computer where the information is stored, and the computer is given a alias name. Web pages are mainly stored in the computer, and the computers are given an alias name that begins with the characters www. This field is not mandatory. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്നത് ഈ കമ്പ്യൂട്ടറിൽ ഏത് വെബ് സെർവറിലാണ് വെബ് പേജസ് ആർ മെയിൻലി സ്റ്റോർ ഇൻ ദി കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ദി കമ്പ്യൂട്ടേഴ്സ് ആർ ഗിവൺ എ അലൈസ് നെയിം ദാറ്റ് ബിഗിൻസ് വിത്ത് ദി ക്യാരക്ടർ www. അതായത് വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്ന ഹോസ്റ്റ് ആയിരിക്കും നമ്മളിവിടെ കൊടുക്കുന്ന പേര്. അപ്പോൾ നമുക്ക് ഇത്രയും കിട്ടി. http://www. അത് ഇമ്പോർട്ടൻ്റ് ആണോ? അത് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു ഫീൽഡ് അല്ല. അടുത്തതാണ് പോർട്ട് എന്ന് പറയുന്നത്. ഇത് URL ക്യാൻ ഓൾസോ കണ്ടെയ്ൻ ദി പോർട്ട് നമ്പർ ഓഫ് ദി സെർവർ. URLൻ്റെ അകത്ത് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്ററിൻ്റെ അകത്ത് സെർവറിൻ്റെ പോർട്ട് നമ്പറും ഉണ്ടാകും. ബട്ട് ഇറ്റ്സ് ആൻ ഓപ്ഷൻ ഫീൽഡ്. നമ്മൾ സാധാരണ കൊടുക്കുമ്പോൾ ഈ പോർട്ട് നമ്പർ കൊടുക്കാറില്ല, കാരണം നമുക്ക് ആ പോർട്ട് നമ്പർ ഏതാണെന്ന് അറിവില്ല. അപ്പോൾ ഇഫ് ദി പോർട്ട് നമ്പർ ഈസ് ഇൻക്ലൂഡഡ് ദെൻ ഇറ്റ് must come between the host and path, and it should be separated from a host by a column. അപ്പോൾ നമ്മളിപ്പോൾ പോർട്ട് നമ്പർ കൊടുക്കുകയാണെങ്കിൽ ഈ പോർട്ട് നമ്പറും സെപ്പറേറ്റ് ചെയ്യണം. പോർട്ട് നമ്പറിനെ ഒരു സ്ലാഷ് വെച്ച്, പോർട്ട് നമ്പർ കൂടാതെ പാത്തും നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം വിത്ത് ദി ഹെൽപ്പ് ഓഫ് കോളൻ വെച്ച് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിരിക്കണം. അടുത്തത് ഈ പോർട്ട് നമ്പർ നമ്മൾ കൊടുക്കാറില്ല. അടുത്തതാണ് പാത്ത് എന്ന് പറയുന്നത് എന്താണ്? Path is the path name of the file where the information is stored. The path itself contains slashes that separate the directories from the subdirectories and files. അപ്പോൾ പാത്ത് എന്ന് പറഞ്ഞാൽ പാത്ത് നെയിമാണ് നമ്മൾ കൊടുക്കുന്നത്, എവിടെയാണ് ഫയൽ ഉള്ളത് എന്ന്. അപ്പോൾ ഈ പാത്ത് ഡയറക്ടറിക്കകത്ത് ഇപ്പോൾ നമ്മൾ പറയുകയാണ് യൂസറിൻ്റെ അകത്ത്, ഫാക്കൽറ്റിക്കകത്ത് MSc ഇൻറ്റേർണൽ എന്ന് പറയുകയാണെങ്കിൽ നമ്മളവിടെ പാത്ത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുകയാണ്. സബ് ഡയറക്ടറീസ് കൊടുക്കുകയാണ് MSc/internal എന്ന് പറഞ്ഞ്. മനസ്സിലായോ? അപ്പോൾ നമ്മളതാണ് ഇവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ ഈ പോർട്ട് നമ്പർ, പാത്ത് ഇതൊക്കെ ഓപ്ഷണലായിട്ട് വരുന്ന കേസാണ്. അപ്പോൾ നമ്മൾ സാധാരണ കൊടുക്കുന്നത്, അപ്പോൾ URLൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത് മെത്തേഡ് ://host:/port/path എന്നുള്ളതാണ്. നമ്മൾ സാധാരണ കൊടുക്കുന്നത് എങ്ങനെയാണ്? http:// അവിടെയും നമ്മൾ ഓപ്ഷനാണ്. http:// നമ്മൾ കൊടുക്കാറില്ല. നമ്മൾ കൊടുക്കുക www.google.com എന്ന് പറഞ്ഞു കൊടുത്താൽ എൻ്റർ അടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ആ URL കൊടുക്കുന്ന ആ ലൈനിൽ, ആ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ മെത്തേഡ് ഏത് പ്രോട്ടോക്കോളാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അടുത്തതാണ്
പെർസിസ്റ്റൻറ്റ് ആൻഡ് നോൺ പെർസിസ്റ്റൻറ്റ് കണക്ഷൻ എച്ച് ടി ടി പിക്കകത്ത് രണ്ട് കണക്ഷൻസാണ് ഉള്ളത്. അതായത് പെർസിസ്റ്റൻറ്റ് കണക്ഷനും നോൺ പെർസിസ്റ്റൻറ്റ് കണക്ഷനും. എച്ച് ടി ടി പി ഈസ് കേപ്പബിൾ ഓഫ് യൂസിങ് ബോത്ത് നോൺ പെർസിസ്റ്റൻറ്റ് ആൻഡ് പെർസിസ്റ്റൻറ്റ് കണക്ഷൻസ്. രണ്ട് കണക്ഷൻസ് പെർസിസ്റ്റൻ്റ് ഉണ്ട്, നോൺ പെർസിസ്റ്റൻറ്റ് കണക്ഷന് എച്ച് ടി ടി പി ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. എച്ച് ടി ടി പി യൂസസ് പെർസിസ്റ്റൻറ്റ് കണക്ഷൻസ് ഇൻ ഇറ്റ്സ് ഡിഫോൾട്ട് മോഡൽ യൂസ് ചെയ്യുന്ന കണക്ഷനാണ് പെർസിസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. ബട്ട് HTTP clients and servers can be configured to use the non-persistent connections as well. പക്ഷേ HTTP clients serverൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് നോൺ പെർസിസ്റ്റൻറ്റ് കണക്ഷൻസ് രണ്ടും യൂസ് ചെയ്യാറുണ്ട്. നോൺ പെർസിസ്റ്റൻറ്റ് കണക്ഷൻസ് എന്ന് വെച്ചാൽ ഇൻ എ നോൺ പെർസിസ്റ്റൻറ്റ് കണക്ഷൻ വൺ TCP കണക്ഷൻ ഈസ് മെയ്ഡ് ഫോർ ഈച്ച് റിക്വസ്റ്റ് ആൻഡ് റെസ്പോൺസ്. ദി ഫോളോയിങ് ലിസ്റ്റ് ദി സ്റ്റെപ്പ് ഇൻ ദി സ്ട്രാറ്റജി. അപ്പോൾ ഈ TCP കണക്ഷൻ്റെ അകത്ത് നോൺ പെർസിസ്റ്റൻറ്റ് കണക്ഷൻ എന്ന് വെച്ചാൽ ഒരൊറ്റ കണക്ഷനായിരിക്കും. അതായത് എന്തിനു വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ബോത്ത് ക്ലയൻറ്റ് അല്ലെങ്കിൽ റിക്വസ്റ്റ് ആൻഡ് റെസ്പോൺസിന് വേണ്ടി ഒരൊറ്റ കണക്ഷനായിരിക്കും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഏതൊക്കെ സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ആണെന്ന് നോക്കാം. ദി ക്ലയൻറ്റ് ഫസ്റ്റ് ഓപ്പൺ എ TCP കണക്ഷൻസ് ആൻഡ് സെൻഡ് എ റിക്വസ്റ്റ്. ക്ലയൻറ്റ് ഫസ്റ്റ് ഒരു കണക്ഷന് എസ്റ്റാബ്ലിഷ് ചെയ്യും, ഓപ്പൺ ചെയ്യും. എന്നിട്ട് എന്താ ചെയ്യുക, അവരുടെ റിക്വസ്റ്റ് സെൻഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ സെർവർ ദെൻ സെൻഡ് ദി റെസ്പോൺസ് ആൻഡ് ക്ലോസ് ദി കണക്ഷൻ. എന്നിട്ട് തിരിച്ച് ആ ക്ലയൻറ്റിൻ്റെ റിക്വസ്റ്റിന് സെർവർ ഒരു റെസ്പോൺസ് അയക്കും. അതോടുകൂടി ആ കണക്ഷൻ അവിടെ ക്ലോസ് ചെയ്യും. Client run read the data until it encounters end of file marker. It then closes the connections. എന്നിട്ട് എന്താ ചെയ്യുക, ക്ലയൻറ്റ് ഈ ഡേറ്റാസിനെ റീഡ് ചെയ്യും. എത്ര, until it encounters an end of the files. ആ ഫയൽസിൻ്റെ end of the മാർക്കർ റീഡ് ചെയ്യുന്ന end of the ഫയൽ എത്തുന്നിടം വരെ ആ ഫയൽസിനെ കണക്ഷൻസ് അത് ക്ലയൻറ്റ് റീഡ് ചെയ്യും. then it close the connections. അപ്പോൾ ആദ്യമേ ഫയൽ ക്ലയൻറ്റ് സെൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അതായത് റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്ന സമയത്ത് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. തിരിച്ച് അതിൻ്റെ റെസ്പോൺസ് വരുമ്പോഴത്തേക്കും എന്നിട്ട് എന്താ ചെയ്യുക, കണക്ഷൻ ക്ലോസ് ചെയ്യുന്നു. എന്നിട്ട് അത് റീഡ് ചെയ്യണമെങ്കിൽ എന്താണ്, ക്ലയൻറ്റ് ആ എൻഡ് ഓഫ് ദി ഫയൽസ് അതായത് തിരിച്ച് വന്ന റെസ്പോൺസ് റീഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ദെൻ ഇറ്റ് ക്ലോസ് ദി കണക്ഷൻസ്. ഇൻ ദി സ്ട്രാറ്റജി ഫോർ n ഡിഫറെൻറ്റ് പിക്ചേഴ്സ് ഇൻ ഡിഫറെൻറ്റ് ഫയൽസ് ദി കണക്ഷൻ മസ്റ്റ് ബി ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് n നമ്പർ ഓഫ് ടൈംസ്. അപ്പോൾ ആദ്യമേ റിക്വസ്റ്റ് സെൻഡ് ചെയ്യാൻ വേണ്ടി ഓപ്പൺ ആകും, തിരിച്ച് റെസ്പോൺസ് വരുമ്പോൾ ക്ലോസ് ആകും, വീണ്ടും ഇതെന്താ ചെയ്യുക, അത് റീഡ് ചെയ്യാൻ വേണ്ടി വീണ്ടും ഓപ്പൺ ആകും, ദെൻ എഗെയിൻ അത് ക്ലോസ് ആകും. അപ്പോൾ n നമ്പർ ഓഫ് ടൈംസ് ആയിരിക്കും ഈ ഓപ്പൺ ആൻഡ് ക്ലോസിങ് പ്രോസസ്സ് നടക്കുന്നത്. ഇത് നോൺ persistent strategy further imposes high overhead on the server because the server needs n different buffers and requires a slow start procedure each time connection is opened. അല്ലേ, അപ്പോൾ ഇതെന്ന് പറയുന്നത് നോൺ പെർസിസ്റ്റൻറ്റ് സ്ട്രാറ്റജി എന്ന് വെച്ചാൽ ഹൈലി ഓവർഹെഡ് ആണ്. എന്തുകൊണ്ടെന്നാൽ സെർവറിന് ഇപ്പോൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം, റിക്വസ്റ്റ് സെൻഡ് ചെയ്യണമെങ്കിൽ, വീണ്ടും റെസ്പോൺസ് വരണമെങ്കിൽ വീണ്ടും കണക്ഷൻ റെസ്പോൺസ് സെൻഡ് ചെയ്താൽ വീണ്ടും ക്ലോസ് ചെയ്യും, എഗെയിൻ അത് റീഡ് ചെയ്യണമെങ്കിൽ വീണ്ടും ഓപ്പൺ ആക്കും, ദെൻ എഗെയിൻ ക്ലോസ്. അങ്ങനെ n നമ്പർ ഓഫ് ടൈംസ് ഈ ഓപ്പൺ ക്ലോസ് പ്രോസസ്സ് നടക്കുന്നതുകൊണ്ട് ഈ നോൺ പെർസിസ്റ്റൻറ്റ് കണക്ഷൻസ് എന്ന് പറഞ്ഞാൽ സെർവേഴ്സിന് ഓവർഹെഡ് ആയിരിക്കും. ദെൻ അതുകൊണ്ട് എന്താ ചെയ്യാം, കൂടാതെ മോർ ഡിലേയും ഉണ്ടാകും, മെമ്മറി വേസ്റ്റേജും ഉണ്ടാകും. ഇനി പെർസിസ്റ്റൻറ്റ് കണക്ഷൻ എന്ന് വെച്ചാൽ HTTP വേർഷൻ 1.1 ബേസിക്കലി സ്പെസിഫൈ എ പെർസിസ്റ്റൻറ്റ് കണക്ഷൻ ബൈ ഡിഫോൾട്ട്. ഇപ്പോൾ HTTP സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു പെർസിസ്റ്റൻറ്റ് കണക്ഷൻ ആണെന്ന് ഡിഫോൾട്ടായിട്ട്. ഇൻ എ പെർസിസ്റ്റൻറ്റ് കണക്ഷൻ ദി സെർവർ ലീവ്സ് ദി കണക്ഷൻ ഓപ്പൺ ഫോർ മോർ റിക്വസ്റ്റ് ആഫ്റ്റർ സെൻഡിങ് എ റെസ്പോൺസ്. ദി സെർവർ ക്യാൻ ദെൻ ക്ലോസസ് ദി കണക്ഷൻ അറ്റ് ദി റിക്വസ്റ്റ് ഓഫ് എ ക്ലയൻറ്റ് ഓർ ഇഫ് എ ടൈം ഔട്ട് ഹാസ് ബീൻ റീച്ച്ഡ്. അപ്പോൾ ഈ പെർസിസ്റ്റൻറ്റ് കണക്ഷൻ്റെ അകത്ത് ഒരു കണക്ഷൻ ക്ലയൻറ്റ് ഒരുപാട് റിക്വസ്റ്റ് സെൻഡ് ചെയ്തതിന് ശേഷം അവരുടെ റിക്വസ്റ്റുകൾ സെൻഡ് ചെയ്തതിന് ശേഷമാണ് അതിന് ഒറ്റയടിക്ക് റെസ്പോൺസ് എല്ലാത്തിനും കൊടുത്തതിന് ശേഷം മാത്രമേ കണക്ഷൻ അവിടെ ക്ലോസ് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് ഉണ്ട്, ആ ടൈം പീരീഡിന് ശേഷം മാത്രമേ കണക്ഷൻ അവിടെ ക്ലോസ് ചെയ്യത്തുള്ളൂ. ദി സെൻഡർ യൂസ്വലി സെൻഡ് ദി ലെങ്ത് ഓഫ് ദി ഡാറ്റ വിച്ച് ഈച്ച് റെസ്പോൺസ്. ഹൗവർ ദർ ആർ സം ഓഫ് ദി occasions when the sender does not know the length of the data. This is the case when a document is created dynamically or actively. In those cases, the server first informs the client that the length is not known and it closes the connection after sending the data. So the client knows that the end of the data has been reached. അപ്പോൾ ഇങ്ങനെ ഈ ഡാറ്റ ഒരു സെറ്റ് ഓഫ് റിക്വസ്റ്റ് വന്നതിന് ശേഷം
അല്ലെങ്കിൽ പർട്ടിക്കുലർ ടൈം പീരീഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ സെർവർ അത് ക്ലോസ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ സെർവർ യൂസ്വലി സെറ്റ് ഇത് ലെങ്ത് ഓഫ് ദി ഡാറ്റ വിത്ത് ഈച്ച് റെസ്പോൺസ്. ഓരോ റെസ്പോൺസിനും സെർവർ എന്താ ചെയ്യുക, ഞാൻ പറഞ്ഞു ഒരുപാട് റിക്വസ്റ്റ് വന്നതിന് ശേഷം മാത്രമേ, ക്ലയൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള റിക്വസ്റ്റ് വന്നു, അതിനൊറ്റയടിക്ക് എല്ലാത്തിനും റെസ്പോൺസ് കൊടുത്തതിന് ശേഷം മാത്രമേ സെർവർ ഈ കണക്ഷൻ ക്ലോസ് ചെയ്യുള്ളൂ പറഞ്ഞു. അതായത് ചില സിറ്റുവേഷനിൽ ഈ സെൻറ്ററിന് ഡസ് നോട്ട് നോ ദി ടോട്ടൽ ലെങ്ത് ഓഫ് ദി ഡാറ്റ എത്രയാണെന്ന് അറിയാൻ പാടില്ല. അങ്ങനെയുള്ള കേസിൽ ഡൈനാമിക് ആയിട്ട് അല്ലെങ്കിൽ ആക്റ്റീവ്ലി എന്ന് വെച്ചാൽ അങ്ങനെയുള്ള കേസിൽ സെർവർ ഫസ്റ്റ് ക്ലയൻറ്റിനെ ഇൻഫോം ചെയ്യും ദി ലെങ്ത് ഈസ് നോട്ട് നോൺ, ഇത് ടോട്ടൽ ഡാറ്റയുടെ ലെങ്ത് എത്രയാണെന്ന് അറിയില്ല. ആൻഡ് ഇറ്റ് ക്ലോസ് ദി കണക്ഷൻ ആഫ്റ്റർ സെൻഡിങ് ദി ഡാറ്റ. സോ ദി ക്ലയൻറ്റ് നോസ് ദാറ്റ് എൻഡ് ഓഫ് ദി ഡാറ്റ ഹാസ് ബിൻ റീച്ച്ഡ്. അപ്പോൾ ഒരു സെറ്റ് ഓഫ് റെസ്പോൺസ് സെർവറിൽ നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ്, ആക്ച്വലി ഇതിൻ്റെ ലെങ്ത് എത്രയാണെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്താ ചെയ്യുക, എപ്പോഴാണോ സെർവർ കണക്ഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തത് ക്ലോസ് ചെയ്യുന്നത് ആ സമയത്ത് എത്രത്തോളം ഡേറ്റാസാണോ ക്ലയൻറ്റിന് കിട്ടിയിരിക്കുന്നത്, അപ്പോൾ ക്ലയൻറ്റ് മനസ്സിലാകും ദി എൻഡ് ഓഫ് ദി ഡാറ്റ ഹാസ് ബിൻ റീച്ച്ഡ്, അവസാനത്തെ ആ ഫയൽസിൻ്റെ ടോട്ടൽ ലെങ്ത് റീച്ച് ചെയ്തു എന്ന് കൺഫേം ചെയ്യും. ഓക്കെ, ഇനി അടുത്താണ് HTTP പ്രോക്സി സെർവർ ആൻഡ് കാഷിംഗ് എന്ന് പറയുന്നത്. When the volume of request അല്ലെങ്കിൽ for data from popular site become a sufficient large, it makes sense to cache web informations in the server close to the user. അപ്പോൾ ഒരുപാട് ലെങ്ത് ഓഫ് വോളിയം നമ്മൾക്ക് തിരിച്ച് കിട്ടുന്ന റെസ്പോൺസിൻ്റെ നമുക്ക് കിട്ടുന്ന ക്ലയൻറ്റ് കൊടുത്ത റിക്വസ്റ്റ് തിരിച്ചതിന് റെസ്പോൺസ് വരണമല്ലോ, അതിൻ്റെ ലെങ്ത് ഒരുപാട് സൈറ്റിലും ചില സൈറ്റുകളിൽ സഫിഷ്യൻറ്റ് ലാർജ് ആയിരിക്കും. അങ്ങനെയുള്ള കേസിൽ എന്താ ചെയ്യുന്നത്, ഒരു എക്സ്ട്രാ ബഫർ കീപ്പ് ചെയ്യണം അല്ലേ. ആ സെർവറിൽ നിന്നും റിട്രീവ് ചെയ്ത് ഇൻഫർമേഷൻസ് ഒരു ബഫറിൽ കീപ്പ് ചെയ്തും യൂസറിനുമായിട്ട് യൂസർ ദെൻ വെബ് ഇൻഫർമേഷൻസ് ഇൻ ദി സെർവർ ക്ലോസ് ടു യൂസർ, അതായത് വെബ് സെർവറിനും യൂസറിനും ഇടയ്ക്ക് ഒരു ബഫർ കീപ്പ് ചെയ്യും. വെബ് സെർവറിൽ നിന്നും വന്നിരിക്കുന്ന റെസ്പോൺസുകളൊക്കെ സേവ് ചെയ്ത് വെക്കാൻ വേണ്ടി ഒരു എക്സ്ട്രാ ബഫർ. എ വെബ് പ്രോക്സി സെർവർ ക്യാൻ ബി ഡെവലപ്ഡ് ബൈ ദി ISP ടു കൺട്രോൾ ദി ട്രാഫിക്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഈ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ യൂസ് ചെയ്യുന്നതാണ് വെബ് പ്രോക്സി സെർവർ എന്ന് പറയുന്നത്. എന്തിനാണ്, ട്രാഫിക്കിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി. ഈ പ്രോക്സി സെർവറിനെ HTTP സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രോക്സി സെർവർ ഈസ് എ കമ്പ്യൂട്ടർ ദാറ്റ് ബേസിക്കലി കീപ് കോപ്പീസ് ഓഫ് റെസ്പോൺസ് ടു ദി റീസെൻറ്റ് റിക്വസ്റ്റ്. അപ്പോൾ നമ്മൾ ക്ലയൻറ്റ് കൊടുത്തിട്ടുള്ള റിക്വസ്റ്റിന് നമ്മുടെ തിരിച്ച് വെബ് സെർവറിൽ നിന്നും ഒരു സെറ്റ് ഓഫ് ലാർജ് ഫയൽസ് ആയിരിക്കും വരിക അല്ലേ, സഫിഷ്യൻറ്റ് ലാർജ് ആയിട്ടുള്ള ഫയൽസ് ആയിരിക്കും വരിക. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ യൂസറിനും ഈ വെബ് സെർവറിനും ഇടയ്ക്കായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു ബഫറാണ് ഈ പ്രോക്സി സെർവർ എന്ന് പറയുന്നത്. ദെൻ HTTP client then send a request to the proxy server check its cache. അപ്പോൾ അങ്ങനെ വീണ്ടും യൂസർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഓൾറെഡി എവിടെയാണ് വെബ് സെർവറിൽ പോയി സെർച്ച് ചെയ്യുന്നതിന് പകരം ഫസ്റ്റ് അവർ എവിടെയായിരിക്കും സെർച്ച് ചെയ്യുക, ഈ പ്രോക്സി സെർവർ. നമുക്കറിയാം കാഷിംഗ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇഫ് ദി റെസ്പോൺസ് ഈസ് നോട്ട് സ്റ്റോറഡ് ഇൻ ദി ക്യാഷ്, ദി പ്രോക്സി സെർവർ ദെൻ സെൻഡ് ദി റിക്വസ്റ്റ് ടു ദി കറസ്പോണ്ടിങ് സെർവർ. അപ്പോൾ ആദ്യമേ സെർച്ച് ചെയ്യുന്നത് ഈ പ്രോക്സി സെർവർ കാഷിങ്ങിനായിരിക്കും. അവിടെ ഇല്ല എങ്കിൽ മാത്രമേ എങ്ങോട്ടേക്ക് പോയി സെർച്ച് ചെയ്യുള്ളൂ, വെബ് സെർവറിൽ പോയി സെർച്ച് ചെയ്യുള്ളൂ. ഇൻകമിംഗ് റെസ്പോൺസ് ആർ ഫർദർ സെൻഡ് ടു ദി പ്രോക്സി സെർവർ ആൻഡ് സ്റ്റോർ ഇറ്റ് ഫോർ ഫ്യൂച്ചർ റിക്വസ്റ്റ് ഫ്രം അതർ ക്ലയൻറ്റ്. അപ്പം ഈ വെബ് സെർവറിൽ നിന്നും റിട്രീവ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് ഇത് എവിടെ കീപ്പ് ചെയ്ത് വെക്കും, ഈ പ്രോക്സി സെർവർ കാഷിങ്ങിൽ കീപ്പ് ചെയ്ത് വെക്കുകയാണ്. ഫ്യൂച്ചറിൽ ഏതെങ്കിലും ഫ്യൂച്ചറിൽ ഈ ക്ലയൻറ്റ് റിക്വസ്റ്റ് വരികയാണെങ്കിൽ വീണ്ടും എവിടെ നിന്നായിരിക്കും എടുത്ത് കൊടുക്കുക, ഫസ്റ്റ് സെർച്ച് ചെയ്യുന്നത് ഈ പ്രോക്സി സെർവർ കാഷിങ്ങിൽ ആയിരിക്കും. ഓക്കെ, ദി പ്രോക്സി സെർവർ റിഡ്യൂസ് ദി ലോഡ് ഓൺ ദി ഒറിജിനൽ സെർവർ ബൈ ഡിക്രീസിങ് ദി ട്രാഫിക്സ് ആൻഡ് ഓൾസോ ഇംപ്രൂവ് ദി ലേറ്റൻസി. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്താ ചെയ്യുക, ഈ വെബ് സെർവറിൻ്റെ ഓവർ ലോഡിനെ റിഡ്യൂസ് ചെയ്യണം. ഓരോ പ്രാവശ്യം ക്ലയൻറ്റ് റിക്വസ്റ്റ് സെൻഡ് ചെയ്യുമ്പം ഈ HTTP നമ്മുടെ വെബ് സെർവറിൽ പോയി നോക്കുന്നു, തിരിച്ച് അവിടെ നിന്നും റെസ്പോൺസ് വരുന്നു, അതൊക്കെ കുറച്ച് ഡിഫിക്കൽട്ട് അല്ല. അതെന്ന് വെച്ചാൽ ട്രാഫിക് പ്രോബ്ലം ഒക്കെ ചെയ്യുന്നുള്ളൂ. ആ ഒരു സിറ്റുവേഷനൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് പ്രോക്സി സെർവർ യൂസ് ചെയ്യുന്നത്. ദി ക്ലയൻറ്റ് മസ്റ്റ് ബി കോൺഫിഗർഡ് ടു ആക്സസ് ദി പ്രോക്സി ഇൻസ്റ്റെഡ് ഓഫ് ദി ടാർഗറ്റ് സെർവർ. അപ്പം ക്ലയൻറ്റിൻ്റെ റിക്വസ്റ്റ് വന്നാൽ വെബ് സെർവറിലേക്ക് പോയി സെർച്ച് ചെയ്യുന്നതിന് പകരം ഫസ്റ്റ് സെർച്ച് ചെയ്യുന്നത് ഈ പ്രോക്സി സെർവർ കാഷിങ്ങിൽ ആയിരിക്കും. Proxy server is basically a gateway that communicate using HTTP to the browser FTP. അതായത് ബേസിക് ആയിട്ട് HTTPക്കും FTPക്കും തമ്മിൽ ഇടയ്ക്കുള്ള ഒരു ഗേറ്റ് വേ ആയിട്ടാണ് പ്രോക്സി സെർവർ ആക്ട് ചെയ്യുന്നത്. അതായത് HTTP എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ, വെബ് സെർവറും വെബ് ബ്രൗസറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ് HTTP എന്ന് പറയുന്നത്. FTP എന്ന് വെച്ചാൽ എന്താണ്, ഫയലിനെ ട്രാൻസ്ഫർ ചെയ്യാണ് അല്ലേ. അപ്പോൾ ഈ വെബ് ബ്രൗസറിൽ നമ്മൾ കൊടുക്കുന്ന URL
സെർവറിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ വെബ് സെർവറിൽ നിന്നും നമുക്ക് ഇൻഫർമേഷൻ ഫയൽ ട്രാൻസ്ഫർ ചെയ്ത് നമുക്ക് കിട്ടണം. അപ്പോൾ ഈ പ്രോക്സി സെർവർ ആണെങ്കിൽ യൂസർ ഒരിക്കൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രോക്സി ക്യാഷിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ദെൻ വീണ്ടും അഗെയിൻ ആ ഒരു ക്ലയൻറ്റ് റിക്വസ്റ്റ് അതേ സൈറ്റ് തന്നെ റിക്വസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ എവിടെ നിന്നായിരിക്കും വരിക? ഈ പ്രോക്സി സെർവറിൽ നിന്നായിരിക്കും നമ്മൾ ഫയൽ ട്രാൻസ്ഫർ ചെയ്ത് വരുന്നത്. ഡയറക്റ്റായിട്ട് വെബ് സെർവറിൽ പോയി സെർച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് എവിടെ പോയി സെർച്ച് ചെയ്യും? പ്രോക്സി സെർവർ ക്യാഷിങ്ങിലായിരിക്കും പോയി സെർച്ച് ചെയ്യുക. അവിടെ നിന്നായിരിക്കും നമുക്ക് ഇൻഫർമേഷൻസ് റിട്രീവ് ചെയ്ത് തരുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് വഴി എന്താണ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത്? പ്രോക്സി സെർവർ യൂസ് ചെയ്യുന്നതോടം വഴി നമുക്ക് ഈ ട്രാഫിക് പ്രോബ്ലം ഡിക്രീസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. താങ്ക്